അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അച്ചു ഇങ്ങനെ വരുമ്പോൾ രമ്യ, മഞ്ജു, രുക്കും കൂടിയിട്ട് ഹാളിലിരുന്ന് സംസാരിക്കേണ്ടാവും കേട്ടോ. അവർ വിഷുവിൻ്റെ കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അച്ചു ചോദിക്കും, നിങ്ങൾ എന്താ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ നാളെ വിഷു അല്ലേ, അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഞ്ജു പറയും, എൻ്റെ വീട്ടിലൊക്കെ ഓരോ കിലോ ഫ്രൂട്ട്സുകളൊക്കെയാണ് വാങ്ങിക്കുക, നിറയെ വാങ്ങിക്കും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അച്ചു പറയും, അതിനെന്താ സാരമില്ലേ മഞ്ജു ചേച്ചി, ഒരു 2000 രൂപ ഗൂഗിൾ പേ അയച്ച് തന്നാൽ മതിയല്ലോ, എന്ത് വേണമെങ്കിലും വാങ്ങിക്കാമല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് ആകെ ചമ്മലാകും. മഞ്ജു പറയും, വേണ്ട, അല്ലെങ്കിലൊക്കെ ഓരോന്നൊക്കെ ഇന്ന് കാലത്തൊക്കെ പാര വെക്കുന്നത്, ഒന്നും അരയൊക്കെ വെക്കണുള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിക്കും. മഞ്ജുവിനെ കളിയാക്കി ചിരിക്കണ പോലെ മഞ്ജുവിന് തോന്നും കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുകുന്ദനും അച്ചും കൂടി പറയും, നാളത്തെ സർപ്രൈസ് കാര്യം പറഞ്ഞോ ചോദിക്കുമ്പോൾ അർച്ചന ചോദിക്കും, എന്താടാ സർപ്രൈസ് കാര്യം പറയും. അത് സർപ്രൈസായിട്ട് തന്നെ ഇരിക്കട്ടെ ചേച്ചി എന്ന് പറയും. മഞ്ജു പറയും, എന്നാൽ എന്നോട് പറയേ എന്ന് പറയും. ആഹാ, നല്ല ആളോടാണ് പറയുന്നത്, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വായി എന്നുള്ളത് അറിയില്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ. അതേസമയം അച്ചു റൂമിലേക്ക് വരുമ്പോൾ രുക്കു ഇങ്ങനെ സാരി എടുത്തുകൊണ്ട് നിൽക്കുകയായിരിക്കണ്ട. നീ എൻ്റെ ഈ പ്ലേറ്റ് ഒന്ന് പിടിച്ചേ എന്ന് പറയും. നീ എവിടേക്കാണ് രുക്കു പോകണത് പറയും. അതൊക്കെ ഉണ്ട്, നീ ഇതൊന്ന് ശരിയാക്കിക്കേ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അതിനുശേഷം അച്ചു അത് ശരിയാക്കി കൊടുക്കണം. എന്നിട്ട് ചോദിക്കണം, നീ എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ, നീ വേഗം കുളിച്ച് റെഡിയായിക്കേ, നമുക്ക് ചന്ദ്രകാന്തത്തിലാണ് വിഷു ആഘോഷം എന്നിങ്ങനെ പറയുമ്പോൾ അച്ചു പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പറയും, ഒരിക്കലും പറ്റില്ല, കാരണം ഇവിടെയാണ് വിഷു ആഘോഷം, ഇവിടെ തന്നെ പറ്റുള്ളൂ എന്നിങ്ങനെ പറയണം. അതാരാ തീരുമാനിക്കാൻ, എനിക്ക് പറ്റില്ല എന്നിങ്ങനെ പറയണം. എനിക്ക് എന്തായാലും ചന്ദ്രകാന്തത്ത് പോകണം, നമ്മുടെ വിഷു അവിടെയാണ് എന്നിങ്ങനെ പറയണം. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞിട്ട് അച്ചുവിനോട് രുക്ക് പറയണം, അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ ചേച്ചി തന്നാൽ തന്നെ പറ്റുള്ളൂ, അത് ചേച്ചിയുടെ കൈ ഭയങ്കര മോശമാണ്, എൻ്റെ ഏട്ടൻ എന്തായാലും രക്ഷപ്പെട്ടു, ഒരു മേൽഗതി ഇല്ലാത്തത് അതുകൊണ്ടാണ്, എൻ്റെ വിജയേട്ടൻ്റെ നിന്ന് കൈ മേടിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് എനിക്ക് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ചേച്ചി അപവാദം പറയുന്നത് കേൾക്കുമ്പോൾ അച്ചുവിന് സഹിക്കില്ല. അച്ചു രുക്കുവിനെ തല്ലാൻ പോവുകയാണ് കേട്ടോ. അത് കണ്ടുകൊണ്ടായിരിക്കും അർച്ചന വരുന്നത്. അർച്ചന അച്ചു എന്നിങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. എന്താ നീ അടിക്കുന്നത് ചോദിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ രുക്കുവിന് ദേഷ്യം വരികയാണ് കേട്ടോ. ഇവള് ചന്ദ്രകാന്തത്തേക്ക് പോകണം എന്നാണ് പറയാം. അതിനെന്താണ് അച്ചു, അവളെ പോയിക്കോട്ടെ, നീ പക്ഷേ ഒരിക്കലും പോകാൻ പറ്റില്ല, നീ ഇവിടെ വേണം ഞങ്ങളുടെ കൂടെ എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ തന്നെ രുക്കുവിന് ദേഷ്യം വരും കേട്ടോ. അല്ലെങ്കിലും ചേച്ചി ഞങ്ങളെ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് പോകാൻ അനുവദിക്കില്ലല്ലോ, നീ ഇവിടെ വേണം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് അർച്ചന പറയും. അത് മനസ്സിലാകാനുള്ള കഴിവ് വേണം നിനക്ക് എന്നിങ്ങനെ പറയാനട്ടെ. എന്തായാലും ശരി, ഞാനില്ല എന്ന് അച്ചു തറപ്പിച്ച് പറയാനേട്ടോ. അത് കേൾക്കുമ്പോൾ രുക്ക് പറയും, എന്തായാലും ശരി, എനിക്ക് വിഷുവില്ല, ഒന്നുമില്ല, ഞാൻ ഈ റൂമിനകത്ത് തന്നെ അടച്ചു പൂട്ടിയിരിക്കും, നിങ്ങൾ എന്താ ചെയ്യും എന്ന് പറഞ്ഞ് ചവിട്ടിത്തുള്ളിയിട്ട് രുക്കു അടുക്കളയിലേക്ക് പോകണം കേട്ടോ. അടുക്കളയിൽ പോയതും രുക്കുവിൻ്റെ കണ്ണിലിങ്ങനെ ഗ്യാസ് കൊടുക്കണം കേട്ടോ. എങ്ങനെയെങ്കിലും നാളത്തെ വിഷു ഇല്ലാതാക്കണം. അർച്ചനയാണ് ലാസ്റ്റ് വെള്ളം എടുക്കാൻ വരുന്നത്. അപ്പോൾ ആ ഗ്യാസ് തുറന്ന് വെക്കണം. അതിന് ശേഷം അർച്ചന ഇല്ലാതാവുമല്ലോ, അങ്ങനെയാണ് ചിന്തിക്കുക കേട്ടോ. അതിന് ശേഷം അതേപോലെ തന്നെ ഗ്യാസ് തുറന്ന് വെച്ചതിന് ശേഷം രുക്കു മാറി നിൽക്കുകയാണ് കേട്ടോ. രുക്കു മാറി നിന്നിട്ട് അർച്ചന വരുന്നത് നോക്കുകയാണ്. ലേറ്റ് ഇടുമ്പോഴും ഒന്നും ആവില്ല, ചെവിയൊക്കെ പൊത്തി പിടിച്ചിട്ട് രുക്കു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ഇപ്പം സംഭവിക്കുമല്ലോ പറഞ്ഞിട്ട്, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല കേട്ടോ. രുക്കു ആകെ ഇതിപ്പോൾ എന്ത് പറ്റി എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ അർച്ചന മൂന്തൻ ഇങ്ങനെ വിളിക്കണം കേട്ടോ. മൂന്ത, നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് വിളിക്കണം. അത് കേൾക്കുന്ന താമസം നമ്മുടെ രുക്കു വേഗം ഓടിപ്പോവുകയാണ്. മൂന്ത വായോ, ഗ്യാസ് തീർന്നു പോയി എന്ന് പറയാൻ കേട്ടോ. മൂന്തൻ വന്നിട്ട് ഗ്യാസ് കുറ്റി മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ അർച്ചനയെ കണി കാണാൻ വേണ്ടിയിട്ട് അച്ചു മൂന്നിനും കൂടി വിളിച്ച് കൊണ്ടുപോകണം കേട്ടോ. കണ്ണൊക്കെ അടച്ചിട്ട്, ഇതെന്താടാ പതിവില്ലാതെ, ഞാനാണല്ലോ സാധാരണ ചെയ്യുന്നത്, എല്ലാത്തിനും ഒരു മാറ്റം വേണ്ടേ എന്നിങ്ങനെ അച്ചു പറയണം കേട്ടോ. അതിനുശേഷം കണി കൊണ്ടുപോയിട്ട് രണ്ടുപേരും കാണിച്ചു കൊടുക്കുകയാണ്. കണി നോക്കുമ്പോൾ അവിടെ കൃഷ്ണൻ മാത്രം ഉണ്ടാവില്ല, കൃഷ്ണ വിഗ്രഹം ഉണ്ടാവില്ല. അയ്യോ, ഇതെന്താ, നിങ്ങൾ ഏട്ടനും കണി വെച്ചതൊക്കെ റെഡിയാണ്, പക്ഷേ കൃഷ്ണ വിഗ്രഹം ഇല്ലല്ലോ എന്നിങ്ങനെ പറയും. അപ്പോഴേക്കും കണിയായിട്ട് ഉണ്ണിമോൾ ഇങ്ങോട്ട് വരികയാണ് കേട്ടോ. വിഷുവിൻ്റെ കൃഷ്ണൻ്റെ രൂപമൊക്കെ കിട്ടിയിട്ട് അത് കണ്ടപ്പോഴേക്കും അർച്ചനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. അതിനുശേഷം അച്ചു ഇങ്ങനെ പറയും, ചേച്ചിയാണ് ഞങ്ങളുടെ എല്ലാ കാര്യവും, ചേച്ചീൻ്റെ ഇങ്ങനെ ഇമോഷണലായിട്ട് അച്ചു കുറേ സംസാരിക്കും. അത് കേൾക്കുമ്പോൾ അർച്ചന പറയും, എടാ നീ ഇന്ന് കരയിപ്പിക്കാതെ നല്ലൊരു ദിവസമായിട്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ഓരോരുത്തരായിട്ട് കാണിക്കാൻ കൊണ്ടുവരികയാണ് കേട്ടോ. ഉണ്ണിമോൾക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അതിനുശേഷം ചിന്നുവിനെ വിളിച്ച് കൊണ്ടുവരണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന പറയും, ചിന്നുവിനൊരു സന്തോഷമുള്ള ഒരാളുണ്ട്, അവർ കൊണ്ടുവരും എന്ന് പറയും. അതേസമയം ടീച്ചർ കൊണ്ടുവരികയാണ് കേട്ടോ. ടീച്ചർ കൊണ്ടുവന്നിട്ട് ചിന്നുവിനെ കണി കാണിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ടീച്ചർ പറയും, എനിക്ക് ആകെ 3 പേർക്ക് ഇപ്രാവശ്യം കൈനീട്ടം കൊടുക്കാനുള്ളൂ, അത് ചിന്നുമോൾക്കും അർച്ചനയ്ക്കും മോനുമാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം രമ്യയോടും മഞ്ജുവോടും ഒക്കെ കുളിച്ചിട്ട് വരും. അതിനുശേഷം കൈനീട്ടം വാങ്ങാം എന്ന് പറയും. അതേസമയം അച്ചു മൂന്നിനും പറയും, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്തായാലും എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം കുളിക്കാൻ പോകാൻ പറയണം. ഈ ടീച്ചർ ഇങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോൾ
ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ മഞ്ജുവിന്. അതേസമയം ടീച്ചർ പറയും ഞാൻ എന്തായാലും കഴിക്കാനൊന്നും നിൽക്കുന്നില്ല, അവിടെ ഞങ്ങൾ പാൽക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണ് ഞങ്ങളുടെ പതിവ്, ചിന്നുവിനെ കൊണ്ടുപോയിക്കോട്ടെ എന്നിങ്ങനെ ചോദിക്കും. അർച്ചന പറയും ചിന്നുവിനെ അതാ ഇഷ്ടം പറഞ്ഞ ടീച്ചറമ്മ കൊണ്ടുപോയിക്കോളൂ പറയും. ടീച്ചർ ചിന്നുവിനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അതിനുശേഷം രുക്കുവിനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവരും. പക്ഷേ രുക്കു വിളിക്കുകയില്ല, മൂടി പുതച്ച് കിടക്കുകയാണ്. ചേച്ചി മൈൻഡ് ചെയ്യേണ്ടെന്ന് അച്ചുവും പറയുകയാണ് കേട്ടോ. അതിനുശേഷം അവരെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അതേസമയം രുക്കുവിനെ വിളിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. രുക്കു വന്നു കഴിഞ്ഞാൽ ആരും ഒന്നും പറയണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. പ്രത്യേകം തന്നെ അർച്ചന പറയുന്നുണ്ട് കേട്ടോ. അവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്ന നേരത്ത് ഇതെന്താ വരാത്തേ എന്നിങ്ങനെ പറയുമ്പോൾ മൂന്നിനും അച്ചും കൂടിയിട്ട് ഭക്ഷണം കൊണ്ടുവരികയാണ് കേട്ടോ. നല്ല കഞ്ഞിയും ചമ്മന്തിയും പുഴുക്കും ഒക്കെയാണ് കേട്ടോ. അത് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് എല്ലാവരും കൂടി കഴിക്കുകയാണ് കേട്ടോ. അതേസമയം രുക്കു വരികയാണ് കേട്ടോ. രുക്കു വന്നിട്ട് പറയും എനിക്ക് ഈ കഞ്ഞിയൊന്നും വേണ്ട, ഞാൻ എന്തായാലും ആലു പൊറോട്ടയും മട്ടൻ സ്റ്റൂവും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. അതേസമയം തന്നെ ബെല്ലടിച്ചത് പാർസൽ കൊണ്ടുവന്ന് കൊടുത്തതും തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് കൊടുക്കണം കേട്ടോ. മഞ്ജു ഒരു പ്ലേറ്റ് എടുത്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ പൊതി കഴിക്കുമ്പോൾ അതിൽ ചപ്പാത്തിയും ഇഷ്ടമായിരിക്കും കേട്ടോ. അത് കാണുമ്പോൾ തന്നെ രുക്കുവിനാകെ ദേഷ്യം വരികയാണ് കേട്ടോ. അത് കാണുമ്പോൾ മൂന്നും പറയും നല്ല കാര്യമാണ്, ഇത് കഴിച്ചാൽ മതി എന്നിങ്ങനെ പറയും. അതേസമയം മെസ്സേജ് വന്നിട്ടുണ്ടാകും, മേഡം ഇത് ഗ്യാസ് ഇല്ലാത്ത കാരണമാണ്, ചപ്പാത്തിയും ഇഷ്ടവുമാണ് എന്ന് പറയും കേട്ടോ. അത് കേൾക്കും മൂന്നും പറയും ചപ്പാത്തി ഇഷ്ടവും കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഇല്ലാത്ത കാരണമല്ല, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അതിനുശേഷം എല്ലാവർക്കും ഒരു ചിരിയുണ്ട്. പക്ഷേ അവരാരൊന്നും ഒന്നും പറയണില്ല. അതിനുശേഷം രുക്കു പെട്ടെന്ന് തന്നെ കഞ്ഞി ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് എനിക്കിത് കഴിക്കാനറിയാം എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി ഭയങ്കര ടേസ്റ്റോടു കൂടി കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്.